أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وآخر دعوانا أن الحمد لله رب العالمين. صدق الله المولان العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. وخلفي كلمات علي بواكيا، وفيهن أمي وشقيقي وعترتي، ينادون خلف النعش من لا يجيبهم، وقد كنت في الدنيا صلي الإجابة. സാദാത്തുക്കൾ, ആലിമീങ്ങൾ, സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകന്മാർ, ഞാനൊരു സംസാരം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഞാനടക്കമുള്ള എല്ലാവരും വന്നത് മഹാനായ സയ്യിദുന തങ്ങളവരുടെ ദുആയിൽ കൂടാൻ വേണ്ടി മാത്രമാണ്. ഈ സദസ്സിൽ വെച്ച് ദുആക്ക് ഉത്തരമുണ്ടാകുമെന്നുള്ളതിൽ സംശയമില്ല. അല്ലാഹുവേ, നീ ഖബൂൽ ചെയ്യണം റഹ്മാനേ. കാരണം ഈ സദസ്സിൽ ഉത്തരമുണ്ടാകുമെന്നുള്ളതിന് സംശയമില്ല എന്ന് പറയാനുള്ള കാരണം, ബഹുമാനപ്പെട്ട സയ്യിദുന തങ്ങളവറുകൾ വലിയ ആശിഖുർ റസൂലാണ്. ആശിഖുർ റസൂൽ എന്ന് പറഞ്ഞെങ്കിൽ ഹബീബായ നബിനെ അങ്ങേറ്റം സ്നേഹിക്കുന്ന ആളാണ്. ലോകം തന്നെ മഹാനവറുകൾക്ക് അള്ളാഹു വൈപ്പെടുത്തി കൊടുക്കാൻ കാരണം നബിനോടുള്ള ആ ഇഷ്ക് തന്നെ, വേറെ ഒന്നുമല്ല. നബിനോടുള്ള ഉള്ളയിലുള്ള സ്നേഹം കൊണ്ടാണ് മഹാനായ തങ്ങളവറുകൾക്ക് ലോകം എന്ന് ഭയപ്പെട്ടത്. എവിടെ പോയാലും ബായാറ് തങ്ങളെന്ന് കേട്ടെങ്കിൽ അവിടെ ജനങ്ങൾക്ക് വേറെ വിഷയമില്ല, അവിടെ പാർട്ടി നോട്ടമില്ല. തങ്ങളെ ദ്വാരൊന്ന് ഞങ്ങൾക്ക് കൂടണം, തങ്ങളെ ഒന്ന് കാണണം, തങ്ങളോടൊന്ന് ദ്വാരപ്പിക്കണം. ഇതാണ് എല്ലാത്തിൻ്റെയും പിന്നിലുള്ള എന്താണെന്നറിയോ? ഇഖ്ലാസാണ്. വബിദാലിക ഉമിർതു. അല്ലാഹു ഖുർആനിൽ പറഞ്ഞില്ലേ, ഇന്ന സലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു. എൻ്റെ നിസ്കാരവും എൻ്റെ മറ്റുള്ള അമലുകളും എൻ്റെ ഹയാത്തും മരണവും മുഴുവനും അള്ളാഹുവിന് വേണ്ടി മാത്രമാണ്. വേറെ ഒറ്റ ഒന്നിലേക്ക് നോട്ടമില്ല, ദുനിയാവിലേക്ക് നോട്ടമില്ല, അള്ളാഹുവിലേക്ക് മാത്രമാണ്. വബിദാലിക ഉമിർതു. മുഫസ്സിരീങ്ങൾ പറയുന്നു, വബിദാലിക ഉമിർതു. ഈ ഇഖ്ലാസ് കൊണ്ട് ഞാൻ കൽപ്പിക്കപ്പെട്ടു. എൻ്റെ അമലുകൾ മുഴുവനും അള്ളാഹുവിനാണ് എന്നുള്ളത് ഇഖ്ലാസാണ്. അതിൽ നിന്ന് അറിയപ്പെട്ട ഇഖ്ലാസ് കൊണ്ട് ഞാൻ കൽപ്പിക്കപ്പെട്ടു. അപ്പൊ ഇഖ്ലാസാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. സിദ്ദീഖ് സഖാഫി പറഞ്ഞില്ലേ, അല്ല ഇവിടെ വേറെ സംസാരിച്ചത്, തങ്ങള് ഒരു 100 രൂപ വാങ്ങുകയാണെങ്കിൽ തങ്ങൾ ഏറ്റവും വലിയ കോടീശ്വരനാവുമായിരുന്നു. അതിൽ സംശയം ഉണ്ടായിരിക്കുന്നത്. 100 രൂപ വാങ്ങണ്ട. ഞാൻ സാധാരണ എല്ലാ സ്ഥലത്തിനും ഇവിടെ വരുത്തുന്നുണ്ട്, കഴിയുന്നതും ഇൻഷാ അല്ലാഹ്. കഴിഞ്ഞ 1-2 സ്ഥലത്തിന് ഞാൻ ഇവിടെ സ്ഥലത്തില്ലാത്തതുകൊണ്ട് ഞാൻ എത്താനായില്ല എന്ന് മാത്രം. എന്നാലും എൻ്റെ മനസ്സിലത് ബേജാറുണ്ടായിരുന്നു. ഞാൻ പോയ സ്ഥലത്തെല്ലാം ചോദിക്കും, നിങ്ങളെ കാണുന്നില്ലാടെ. അപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദുന തങ്ങളവറുകൾ ഒരു സലാത്ത് മജ്‌ലിസ്, എല്ലാ സലാത്ത് മജ്‌ലിസിൽ ഇത്ര പൈസ ആവണമെന്ന് പറഞ്ഞെങ്കിൽ ആ പൈസ അവിടെ ആവും. അങ്ങനെ ചെയ്യുന്നുണ്ടോ? കൊല്ലത്തിൽ ഏതെങ്കിലും കുറഞ്ഞ ദിവസമല്ലാതെ പൈസ ആവശ്യപ്പെടലില്ല. അത് തന്നെ സ്ഥാപനത്തിനാണ്. അപ്പോൾ തങ്ങൾക്ക് ഉദ്ദേശിക്കുകയാണെങ്കിൽ പൈസ ആക്കാൻ വേണ്ടി എത്രയും സാധിക്കും. അതല്ല ഇതിൻ്റെ പിന്നിൽ ഇന്ന സലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു. ഇഖ്ലാസാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. എല്ലാത്തിനും നമ്മൾക്ക് ഇഖ്ലാസ് വേണം. ഇഖ്ലാസ് ഉണ്ടെങ്കിലേ അത് വിജയിക്കുകയുള്ളൂ, അത് നിലനിൽക്കുകയുള്ളൂ. ഒരു പ്രസ്ഥാനം നിലനിൽക്കണമെങ്കിൽ ഇഖ്ലാസ് വേണം. ഇഖ്ലാസ് എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് അറിയില്ല. അത് അള്ളാഹുവിനെ വിചാരിച്ച് മാത്രം ചെയ്യണമെന്നർത്ഥം. അള്ളാഹുവിനെ വിചാരിച്ച് മാത്രം ചെയ്യണം. പിന്നെ ബായാറു സലാത്ത്. ബായാറു സലാത്ത് വലിയ ബർക്കത്തുള്ള സലാത്താണ്. അതേപോലെ തന്നെ മഹാനായ തങ്ങളവറുകൾ മലപ്പുറം ഭാഗത്ത് പല സ്ഥലത്തും നടക്കുന്ന 1-2 സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട്. അതും വലിയ സലാത്താണ്, ഭയങ്കര ജനങ്ങൾ കൂടുന്നുണ്ട്. ബായാർ സലാത്തിന് ലോകം അറിയപ്പെട്ടു. ദുആക്ക് ഉത്തരമുള്ള സദസ്സാണ്.
എന്നോട് മിനിഞ്ഞാന്ന് കഴിഞ്ഞ ഞായറാഴ്ച കാഞ്ഞങ്ങാട് പോയപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരാൾ പറഞ്ഞു, ഞാൻ സലാത്തിന് വരുന്നു, എങ്ങനെയെങ്കിലും എനിക്ക് തങ്ങളെ ടച്ചാക്കി തരാം. ഞാൻ വലിയൊരു പ്രശ്നത്തിൽ കുടുങ്ങിയിട്ടുണ്ട്. ഞാൻ ഇത്ര സമയത്ത് ഒരു പക്ഷേ ഇന്ന് വന്നിട്ട് കണ്ടിട്ടില്ല. ഞാൻ വരുന്നുണ്ട്, എനിക്കൊന്ന് തങ്ങളെ ടച്ചാക്കി തരണം. അപ്പോൾ അയാൾ സലാത്തിന് കൂടിക്കഴിഞ്ഞെങ്കിൽ ദ്വാക്ക് ഉത്തരവുണ്ട്, സംഗതി സാധിക്കുമെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വരാൻ തീരുമാനിച്ചു. അങ്ങനെ തന്നെ ഓരോരുത്തരും പറയാനുള്ള കാരണം എന്താണെന്നറിയോ? ഇതെല്ലാം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇജാസിയത്ത് പ്രകാരമുള്ള സലാത്താണ്. ഏതൊന്നിനും ഒരു ഇജാസിയത്ത് വേണം. ഇജാസിയത്ത് എന്ന് പറഞ്ഞെങ്കിൽ പൊരുത്തം വേണം. നമ്മുടെ മശായിഖന്മാരെ വക്കൽ നിന്ന് പൊരുത്തം വേണം. ഖുത്ബിയത്ത് റാത്തീബ് കഴിക്കുന്നത് എല്ലാ 1000 പ്രാവശ്യം വിളിച്ചെങ്കിൽ ഹൗസുല്ലാന്ന് നിങ്ങൾ ഹാജരാവെന്ന് പറഞ്ഞില്ലേ? ومن ينادسني ألفا بخلوته عزما بهمته سلما لغفوته أجبته مسرعا من أجل دعوته فليدع يا عبد القادر محي الدين يا محي الدين. ഗൗസുൽ-ആസം തങ്ങളെ വിളിച്ച് 1000 പ്രാവശ്യം വിളിച്ചാൽ ഇവിടെ ഹാജരാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്രയോ ഖുത്ബിയത്ത് റാത്തീബ് കഴിക്കുന്ന അവിടെ ഹാജരാകുന്നുണ്ടോ ഇല്ലയോ? പക്ഷേ അത് ഇജാസിയത്ത് പ്രകാരമായിരിക്കണം. മശായിഖന്മാരുടെ വക്കൽ നിന്നുള്ള ഇജാസിയത്ത് പ്രകാരമാവണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഞാൻ സംസാരം നിർത്തുന്നില്ല, നിർത്താൻ പോകുന്നു. മദീനത്ത് പോയപ്പോൾ അൻസാരികളായ സഹാബികൾ, മുഹാജിരീങ്ങളായ സഹാബികൾ, മക്കത്ത് നിന്ന് മദീനത്തേക്ക് വന്നതായ സാധുക്കളായ സഹാബികൾ നബിയോട് വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, മുഴുവൻ കൂലികളും അൻസാരികളായ സഹാബികൾ അത് എടുത്തു കഴിഞ്ഞു. ഞങ്ങൾ നിസ്കരിക്കുമ്പോൾ അവർ നിസ്കരിക്കുന്നുണ്ട്, ഞങ്ങൾ നോമ്പ് നോക്കുമ്പോൾ നോമ്പ് നോക്കുന്നു, ഞങ്ങൾ മറ്റുള്ള അമലുകൾ ചെയ്യുമ്പോൾ ചെയ്യുന്നുണ്ട്. അവർ സദഖ ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്ക് സദഖ ചെയ്യാൻ പൈസയില്ല. അവർ സദഖ ചെയ്യുന്നുണ്ട്. വലിയ കോടീശ്വരന്മാരായ മുതലാളിമാരാണ്, കൃഷിക്കാരാണ്, മദീനക്കാർ വലിയ വലിയ മഹാന്മാരാണ്. അവർ സദഖ ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്ക് സദഖ ചെയ്യാൻ പൈസയില്ല. ഞങ്ങൾ വലിയ വേജാറിലാണ് നബി. ഹബീബായ നബി പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്തു, 5 വക്ത് നിസ്കാരത്തിൻ്റെ ശേഷം ഓരോ നിസ്കാരത്തിൻ്റെ ശേഷം സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യം, അൽഹംദുലില്ലാഹ് 33 പ്രാവശ്യം, അല്ലാഹു അക്ബർ 33 പ്രാവശ്യം. ളുഹർ നിസ്കാരം കഴിഞ്ഞ് സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യം, അൽഹംദുലില്ലാഹ് 33 പ്രാവശ്യം, അല്ലാഹു അക്ബർ 33 പ്രാവശ്യം ഇങ്ങനെ ചൊല്ലിക്കോ. വേറെ ഹദീസിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു 100 പൂർത്തിയാക്കണം വേറെ ഹദീസിലില്ല. ആ ഹദീസിലില്ല. അങ്ങനെ നിങ്ങൾ ചൊല്ലിക്കോ. അങ്ങനെ സഹാബികൾ വന്നുകൊണ്ട് മുഹാജിറുകളായ സഹാബികൾ സന്തോഷത്തിൽ ചെല്ലാൻ തുടങ്ങിയപ്പോൾ അൻസാരികൾ കേട്ട് അവരും ചെല്ലാൻ തുടങ്ങി. അൻസാരികളായ മുതലാളിമാർ വലിയ വലിയ മഹാന്മാരല്ലേ, നബിൻ്റെ സഹാബികളല്ലേ. വലിയ വലിയ നേതാക്കൾ, മഹാന്മാരല്ലേ, ദീനിൻ്റെ നേതാക്കൾ. തസ്ബീഹ് ചെല്ലുന്ന കാണുന്ന സമയത്ത്, കേട്ട സമയത്ത് അൻസാരികളും സഹാബി ചെല്ലാൻ തുടങ്ങി. മുഹാജിറുകൾക്ക് ബേജാറായി. നബിയോട് വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞങ്ങൾ ചെല്ലും പോലത്തെ ദിക്ർ സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യം, അൽഹംദുലില്ലാഹ് 33 പ്രാവശ്യം, അല്ലാഹു അക്ബർ 33 പ്രാവശ്യം ചെല്ലാൻ വേണ്ടി തങ്ങൾ ഞങ്ങളോട് കൽപ്പിച്ചു. ഞങ്ങൾ ചെല്ലുന്ന കേട്ട് അൻസാരികളും ചെല്ലാൻ തുടങ്ങി നബിയെ. അപ്പൊ ഞങ്ങളെക്കാൾ അവരാണ് ഉയർച്ചയിലുള്ളത്. ഞങ്ങളെ കേട്ടിട്ട് അവർ പഠിച്ചിട്ട് അവരും ചെല്ലാൻ തുടങ്ങി. ഹബീബായ നബി പറയുന്നു, സദഖ റസൂലുള്ളാഹി. എൻ്റെ മുഹാജിറുകളായ സഹാബികളെ, ഞാൻ നിങ്ങളോട് ചെല്ലാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ട് ചെല്ലിയതാണത്. നിങ്ങൾ നിസ്കാരം കഴിഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യം, അൽഹംദുലില്ലാഹ് 33 പ്രാവശ്യം, അല്ലാഹു അക്ബർ 33 പ്രാവശ്യം ചെല്ലിയില്ലേ? അത് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ചെല്ലിയതാണ്. അവർ ചെല്ലിയത് നിങ്ങളത് കേട്ടിട്ട് ചെല്ലിയതാണ്. ഞാൻ പറഞ്ഞു ചെല്ലിയതും നിങ്ങളത് കേട്ടിട്ട് ചെല്ലിയതുമായിട്ട് വ്യത്യാസമുണ്ട്. ദാലിക ഫദ്ലുല്ലാഹ്. നിങ്ങൾ എൻ്റെ ഇജാസിയത്ത് പ്രകാരം ചെല്ലിയതാ. അപ്പൊ നിങ്ങളെ ചെല്ലലിക്ക് വലിയ പ്രത്യേകതയുണ്ട്. സഹോദരന്മാരെ, ബായാർ സലാത്ത് എന്ന് പറഞ്ഞത് വലിയ ഇജാസിയത്ത് പ്രകാരം മഹാനായ സയ്യിദുന തങ്ങളവരുകൾ നടത്തുന്ന സലാത്താണ്. അതാണ് ഇവിടെ ദ്വാരം 4 ഉത്തരം കിട്ടുകയും
ജനങ്ങൾക്ക് എല്ലാവർക്കും അല്ലാതെ ഈ പരിപാടിയോട് ഈ സലാത്ത് മജ്ലിസിനോട് അങ്ങേറ്റത്തൊരു സ്നേഹം വരാനുള്ള കാരണം മഹാനായ തങ്ങൾ ഇവരുടെ ഖലാസോട് കൂടെ നല്ല ഇജാസത്ത് പ്രകാരം ഇവിടെ ചെല്ലുന്ന സലാത്താണ്. അതുകൊണ്ട് അർഹമുർ റഹീമീനായ അല്ലാഹു നമ്മളെല്ലാവരും മഹാനായ തങ്ങളെ അടക്കം ഹബീബായ നബിൻ്റെ കൂടെ നമ്മളെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൊടുത്തരുമാറാകട്ടെ. ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി പ്രതീക്ഷിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് മഹാനായ തങ്ങൾ അവർ അതിനെ സംബന്ധിച്ച് പറയുകയും നമ്മൾക്കത് ദ്വാരം തരികയും ചെയ്യും. അർഹമുർ റഹീമീനായ അല്ലാഹുവേ, ഞങ്ങളെല്ലാ ദോഷങ്ങളും നീ പുറത്തു തരണം റഹ്മാനെ. ഞങ്ങൾ ഉമ്മവാപ്പാമാരുടെ ദോഷം നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. ഞങ്ങൾ മരിച്ചുപോയ ഉമ്മവാപ്പാമാരുടെ ഖബർ നീ സ്വർഗ്ഗത്തോപ്പാക്കണം റഹ്മാനെ. മഹാനായ തങ്ങൾ ഇവിടെ നടത്തുന്ന ഈ സലാത്തിന് ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണം റഹ്മാനെ. കാലകാലം വരെ നിലനിർത്തണം റഹ്മാനെ. ഇതുകൊണ്ട് ധാരാളം ജനങ്ങൾക്ക് ദുനിയാവും ആഖിറവും സമ്പാദിക്കാനുള്ള ഉണ്ടാക്കണം റഹ്മാനെ. ഞങ്ങളെ മരണം വരെ ഈ പരിപാടിയിൽ കൂടാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടിയും അൽ-മദീന സ്ഥാപനത്തിന് വേണ്ടിയും ദ്വാരക്കണമെന്ന വസിയത്തോടു കൂടെ ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.